നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു നാടിനെ മുഴുവൻ വിഴുങ്ങുകയാണ് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതീ. ആയിരക്കണക്കിന് വീടുകൾ ഇതിനോടകം തന്നെ അഗ്നിക്കിരയായിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്നു. തങ്ങളുടെ വീടും വസ്തുവും ഒക്കെ തന്നെ വിട്ടെറിഞ്ഞുകൊണ്ട് മറ്റേതോ ദേശത്തേക്ക് പോയിരിക്കുന്നു. 25ഓളം ആളുകൾ ഇതിനോടകം മരണപ്പെട്ടിരിക്കുന്നു. ഒട്ടനവധി ആളുകളെ കാണാനില്ല. കൂടുതൽ പ്രദേശങ്ങൾക്ക് ഭീഷണിയായി അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നു. ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് 24 പേർ മരണപ്പെട്ടു. 16ഓളം പേരെ കാണാതായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മരിച്ചവരിൽ 5 പേരെ ഫയർ സോണിൽ നിന്നും കണ്ടെത്തി. 11 പേരെ ഈസ്റ്റേൺ ഫയർ സോണിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ഇതിനോടകം ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 12,000-ലധികം കെട്ടിടമാണ് കത്തി നശിച്ചത്. വെറും ചാരമായി തന്നെ മാറി. തീവ്ര ശ്രമത്തിൽ തന്നെയാണ് അഗ്നിശമന സേനാ അംഗങ്ങൾ. ഒഴിവിൽ പോയവരും അതുപോലെ തന്നെ വിരമിച്ചവരും അടക്കം നിരവധി ആളുകൾ ഇപ്പോൾ ദുരന്തമുഖത്തുണ്ട്. ശക്തമായ കാറ്റ് തിരിച്ചെത്തുമെന്നാണ് ദേശീയ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. അങ്ങനെ എത്തിയാൽ ഈ കാട്ടുതീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുമെന്ന ആശങ്കയും വർദ്ധിക്കുന്നുണ്ട്. കാറ്റ് വീശുന്നത് 100 കിലോമീറ്ററിലധികം വേഗതയിലാണ്. മണിക്കൂറിൽ 48 കിലോമീറ്റർ മുതൽ 113 കിലോമീറ്റർ വേഗതയിൽ വരെയാണ് കാറ്റ് വീശുന്നത്. ഗുരുതരമായ തീപിടുത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ബുധനാഴ്ച വരെ റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പും ഈ മേഖലയിലൊക്കെ നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഗുരുതരമായ മുന്നറിയിപ്പുകൾ ഇപ്പോൾ അധികൃതർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതു വിധേനയും കാട്ടുതീ അണയ്ക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത്. ജനുവരി 7-ാം തീയതി പടർന്ന ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതും അമേരിക്ക പോലൊരു രാജ്യത്ത് 10,000-കണക്കിന് ആളുകളെ ആ മേഖലയിൽ നിന്ന് മാത്രം മാറ്റി പാർപ്പിച്ചു. പസഫിക് പാലഡൈറ്റ്സ്, അൽത്തേഡ്ന, പസഡന എന്നീ പ്രദേശങ്ങളെയാണ് കാട്ടുതീ ഏറ്റവും പ്രധാനമായി ബാധിച്ചത്. സാന്റാമോണിക്ക, മലീബു പട്ടണങ്ങൾക്കിടയിലുള്ള പ്രദേശമായിട്ടുള്ള പസഫിക് മേഖലയിൽ 10,000-കണക്കിന് ഏക്കർ പ്രദേശത്തേക്കാണ് തീ പടർന്നത്. പടനയ്ക്കും അതുപോലെ തന്നെ സാൻ ഫെർണാണ്ടോ വാലിയിലെ സിൽമറിലും ഉൾപ്പെടെ പല പ്രദേശങ്ങളിലേക്കും ഈ കാട്ടുതീ വ്യാപിച്ചു. ഇപ്പോൾ മഴയില്ലാത്തൊരു സാഹചര്യവും ഉണങ്ങിയ മരങ്ങളും വരണ്ട കാലാവസ്ഥയും ഒക്കെ തന്നെയാണ് ഈ തീ പടരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നും അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.